ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന് ചെന്നൈയിൽ തുടക്കമായി. ഇന്ത്യൻ കോച്ചായി സ്ഥാനമേറ്റെടുത്ത ഗൗതം ഗംഭീറിന് തന്റെ പരിശീലക കരിയറിലെ ആദ്യ ടെസ്റ്റാണിത്. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ള ഇന്ത്യക്ക് ലീഡ് ഉയർത്താനുള്ള ഒരു അവസരമാണിത്. ബംഗ്ലാദേശിനാകട്ടെ ഈയിടെ പാകിസ്ഥാനെതിരെ നേടിയ വിജയം തുടരാനുള്ള ആവേശവും. 6 മാസത്തിന് ശേഷമാണ് ഇന്ത്യ ടെസ്റ്റ് മത്സരത്തിനിറങ്ങുന്നത്. എന്നാൽ ബംഗ്ലാദേശിനെതിരെയുള്ള ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു തുടക്കമല്ല ഇന്ത്യക്ക് ലഭിച്ചത്. ചെന്നൈയിലെ പിച്ച് ആദ്യം പേസ് ബൗളിനെ പിന്തുണയ്ക്കും എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ക്യാപ്റ്റന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കും വിധമായിരുന്നു ബംഗ്ലാദേശ് പേസ് ബൗളർ ഹസൻ മഹമ്മൂദിന്റെ ബൗളി കേട്ട ഇന്ത്യൻ മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം ഹസൻ മഹമ്മൂദിന് മുന്നിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലുമെല്ലാം വന്ന പോലെ തന്നെ കൂടാരം കയറി. ഇന്ത്യ 3-ന് 33 റൺസ് എന്ന നിലയിൽ തകർന്നു തുടങ്ങി. പിന്നീട് വന്ന ഋഷഭ് പന്തും ജയ്സ്വാളും ചേർന്ന് രക്ഷാപത്രം തുടങ്ങിയെങ്കിലും ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനേ അവർക്കും കഴിഞ്ഞുള്ളൂ. 56 റൺസ് എടുത്ത ജയ്സ്വാളും 39 റൺസ് എടുത്ത ഋഷഭും 16 റൺസിന് KL രാഹുലും പുറത്താവുകയായിരുന്നു. ടീ ബ്രേക്കിന് പിരിയുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 176 എന്ന നിലയിൽ ആയിരുന്നു. പാകിസ്ഥാനെതിരെയുള്ള കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിലെ ബംഗ്ലാദേശിന്റെ പ്രകടനത്തിലേക്ക് അവർ നീങ്ങുകയാണോ, ഇന്ത്യയും പാകിസ്ഥാൻ ടീമിന്റെ അവസ്ഥയിലേക്ക് പോവുകയാണോ എന്നുമായിരുന്നു ആരാധക കണക്കുകൂട്ടൽ. എന്നാൽ പിന്നീട് രവീന്ദ്ര ജഡേജയും അശ്വിനും ചേർന്ന് ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് കരകയറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. രണ്ടുപേരും ചേർന്ന് ഉത്തരവാദിത്വത്തോടെ ബാറ്റ് വീശി. ബംഗ്ലാദേശ് ബൗളർമാർക്ക് അവസരമൊന്നും കൊടുക്കാതെ റൺസ് കണ്ടെത്തുകയായിരുന്നു. വൈകാതെ 108 പന്തുകളിൽ നിന്ന് അശ്വിൻ തന്റെ സെഞ്ചുറിയും കുറിച്ചു. ഒന്നാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ 339 റൺസിന് 6 വിക്കറ്റ് എന്ന ഭേദപ്പെട്ട നിലയിലാണ്. 102 റൺസ് എടുത്ത അശ്വിനും 86 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിൽ.